السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബ ഫയഖൂലു മാ അമറഹുല്ലാഹ്. ഏതെങ്കിലും ഒരു മുസ്ലിം, ആ മനുഷ്യന് എന്തെങ്കിലും ഒരു മുസീബത്ത്, എന്തെങ്കിലും ഒരു പ്രയാസം അയാൾക്ക് ബാധിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, കൽപ്പിച്ചതുപോലെ അവൻ പറയുകയും ചെയ്തു. എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, അതുപോലെ തന്നെ ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങാനുള്ളവരാണ് എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എൻ്റെ ഈ പ്രയാസത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണേ, അതുപോലെ തന്നെ എനിക്ക് ഇതിനേക്കാൾ ഉത്തമമായത് ഒന്ന് എനിക്ക് പകരവും നൽകണേ എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ, ഒരു മനുഷ്യൻ പറഞ്ഞാൽ, ഇല്ല അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹാ, അവന് അതിനേക്കാൾ ഉത്തമമായ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയാണ്. എന്നിട്ട് മഹദി പറയാണ്, ഫലമ്മ മാത അബൂ സലമ ഖുൽതു അയ്യുൽ മുസ്ലിമീന ഖൈറുൻ മിൻ അബീ സലമ. എന്നിട്ട് മഹദിയുടെ ഭർത്താവായ അബൂ സലമ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടപ്പോൾ മഹദി പറയാണ്, അബൂ സലമയേക്കാൾ ഉത്തമനായ ഒരാളെ ഇനി ആരാണ് ഉണ്ടാവുക? എന്നിട്ട് പറഞ്ഞു, അവ്വലു ബൈത്തിൻ ഹാജറ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആദ്യമായി ഹിജ്റ പോയി അവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? അബൂ സലമ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. എന്നിട്ട് പറയാണ്, സുമ്മ ഇന്നി ഖുൽതുഹാ ഫഅഖ്ലഫല്ലാഹു ലി റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഞാൻ എന്ത് ചെയ്തു? ആ ദിക്ർ പറഞ്ഞു. അബൂ സലമ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദിക്ർ പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞതിന് പകരമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് പകരം നൽകിയത്. എന്നിട്ട് ആ സംഭവം മഹദി പറയാണ്, അർസല ഇലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാതിബ് ഇബ്നു അബി ബൽതഅ റളിയല്ലാഹു തആല അൻഹു യഖ്തുബുനി ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാതിബ് റളിയല്ലാഹു തആല അൻഹുവിനെ എന്നെ വിവാഹാലോചിക്കാൻ വേണ്ടി എന്നിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് മഹദി പറയാണ്, ഫഖുൽതു ഇന്നലി ബിൻതൻ വ അന ഗയൂർ. രണ്ട് കാരണങ്ങൾ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ആ ഹാതിബ് റളിയല്ലാഹു തആല അൻഹയോട് പറയാണ്. ഒന്ന്, എനിക്കൊരു മകളുണ്ട്, അബൂ സലമയിൽ നിന്നുള്ള ഒരു മകള് എനിക്കുണ്ട്. അതുപോലെ തന്നെ വാന ഗയൂർ, ഞാൻ കുറച്ച് ദേഷ്യക്കാരിയുമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയൊക്കെ പത്നിയായിട്ടിരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് മഹദി പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മ ഇബ്നതുഹാ ഫനദുല്ലാഹ അൻ യുഗ്നിയഹ അൻഹാ വദുല്ലാഹ അൻ യദ്ഹബ ബിൽ ഗീറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മകൾക്ക്, ആ ഉമ്മയെ തൊട്ട് മതിയാകാനുള്ള കാര്യം ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊള്ളാം. ഉമ്മ ഇല്ലാതെ ജീവിക്കാൻ പറ്റും എന്നൊരവസ്ഥ എന്ത് ചെയ്യില്ല, ആ കുട്ടിക്ക് ഉണ്ടാവില്ല, അതൊരു പ്രയാസമായി നിനക്ക് അനുഭവപ്പെടൂല, അത് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ ദേഷ്യം അത് ഇല്ലാതാക്കി തീർക്കാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോളാം എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് പറഞ്ഞയച്ചു. അങ്ങനെ അവർ വിവാഹം കഴിക്കുകയും അതുപോലെ തന്നെ അവരുടെ ആ ഗീറത്ത്, അവരുടെ ആ ഒരു ദേഷ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം അവർക്ക് നഷ്ടപ്പെട്ടു എന്നും ഹദീസ് ശുറുഹാത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലുമൊക്കെ ഒരു മുസീബത്ത് നമുക്ക് ബാധിക്കുമ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ദിക്ർ പറയാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.